കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. നമസ്കാരം. കാക്കക്കൂട്ടിൽ വിരിഞ്ഞാലും വളർന്നാലും കുറേ കാലമൊക്കെ കുയിലിനെ പിടിച്ചു നിൽക്കാം. കാക്ക തരുന്നതെല്ലാം കൊക്കു പിളർന്ന് ഏറ്റുവാങ്ങി വിഴുങ്ങാം. പക്ഷേ വസന്തകാലമാകുമ്പോൾ കുയിലിനെ കൂവാതിരിക്കാൻ കഴിയില്ല. ഇതുപോലെയാണ് പിണറായി വിജയൻ്റെ ഒരു അവസ്ഥയും. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ പുള്ളി തനിക്കൊണം പുറത്തെടുക്കും. വെള്ളപൂശിയാലും മോഹൻലാലിനെ കൊണ്ട് അഭിമുഖം നടത്തിയാലും കപ്പ് കടിച്ചാലും ജോണി ലൂക്കോസിൻ്റെ മുമ്പിൽ ചിരിച്ചു മറിഞ്ഞാലും പിണറായിയുടെ സ്വഭാവം വേണ്ട സമയത്ത് പൊട്ടിപ്പുറപ്പെടും. ഈ മനുഷ്യനാണോ ലാലേട്ട ചിലപ്പോൾ സന്യാസഭാവം കൈക്കൊള്ളുന്ന ആത്മീയ വിപ്ലവകാരിയായി മാറുന്നത്? സന്യാസിയുടെ ഭാഷയല്ല, തോന്നിയാസിയുടെ ഭാഷയാണ് ഇപ്പോൾ കയ്യിലുള്ളത്. ഞാൻ ചെറ്റയെന്ന് വിളിച്ചാൽ ചെറ്റയെന്ന് തന്നെയാണ് അർത്ഥം. പരനാറി എന്ന് വിളിച്ചാൽ പരനാറി എന്ന് തന്നെയാണ് അർത്ഥം. വിജയരാഘവൻ ഭാഷാ അലങ്കാരശാസ്ത്രമനുസരിച്ച് ചാരുതയാർന്ന ചെറ്റ എന്ന് പറഞ്ഞെന്നിരിക്കും, ചാരുതയാർന്ന പരനാറി എന്നും പറഞ്ഞെന്നിരിക്കും. ഇന്നലെ കോന്നിയിൽ ഞാൻ പ്രസംഗിച്ച് തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു അടിമക്കമ്മി ചോദിക്കുകയാണ്, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു, അത് നിൻ്റെ വീട്ടിൽ പോയി ചോദിക്കാൻ. എൻ്റെ ഉപ്പും ചോറും തിന്ന് ഞാൻ നയിച്ചുണ്ടാക്കിയ നവകേരളത്തിൽ നിന്നും ശ്വാസമെടുത്ത് എൻ്റെ അടിമയായി കഴിയുന്നവൻ എങ്ങനെ തോന്നി എന്നോട് ചോദ്യം ചോദിക്കാൻ? എന്തായിരുന്നു അവൻ്റെ ചോദ്യമെന്നല്ലേ? അല്ല സഖാവേ, നമ്മൾക്ക് 10-20,000 കോടി കേന്ദ്രം തരാനില്ലേ? അത് കിട്ടാതെ വന്നാൽ നമ്മൾ എങ്ങനെയാണ് മൂന്നാം ഭരണത്തിൽ വികസന പ്രവർത്തനം നടത്തുക? അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അത് നിൻ്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന്. ഒന്ന് നോക്കണേ, വീട്ടിലിരിക്കുന്ന ആ പാവത്തിൻ്റെ ഭാര്യ പറയണം അതിനൊക്കെ മറുപടി. പക്ഷേ പിണറായി വിജയനും മുഴുത്ത സഖാക്കന്മാരും ഒന്നും വീട്ടിൽ രാഷ്ട്രീയം പറയുകയോ ചോദിക്കുകയോ ചെയ്യാറില്ല. അങ്ങനെ എന്നെ ചോദ്യം ചെയ്യുന്നവന്മാരെ മദ്യപാനി, മനോരോഗി എന്നിത്യാദി പേരിട്ടാണ് നമ്മൾ പോലീസിന് കൈമാറുന്നത്. പോലീസ് ചോദിച്ചപ്പോൾ പറയുക അവൻ ഞാൻ കറ തീർന്ന സഖാവാണെന്ന്. എൻ്റെ കറയെല്ലാം എന്നേ തീർന്നതാണ്. ഇത് ചോദ്യോത്തര പരിപാടിയല്ലെന്നും പൊതുസമ്മേളനങ്ങൾക്ക് അതിൻ്റേതായ രീതിയുണ്ടെന്നുമാണ് പിണറായി പറയുന്നത്. അല്ല പിണറായി സാറേ, വയനാട്ടിൽ ചൂരൽമലയിൽ നിങ്ങൾ കൂടി പങ്കെടുത്തൊരു വേദിയിലല്ലേ ഒരു MLA പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ കമ്മികൾ ആർത്ത് വിളിച്ച് കൂവി തോൽപ്പിച്ചത്? എന്നിട്ടെന്താ നിങ്ങളന്ന് വിലക്കാതിരുന്നത്? നിൻ്റെയൊക്കെ വീട്ടിൽ പോയി കൂവട എന്ന്. അന്തസ്സുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പറയണമായിരുന്നു. അല്ല മുഖ്യ, കഴിഞ്ഞ ആഴ്ച ചാനലുകൾക്ക് അങ്ങ് കൊടുത്ത അഭിമുഖങ്ങളിലൊക്കെ എന്തൊരു ചിരിയായിരുന്നു. ആ തൂമന്ദഹാസം കണ്ട് ചിങ്ങവയിലും മേടക്കൊന്നയും രോമാഞ്ചം കൊണ്ടുപോയല്ലോ. സുജിത് ഭക്തൻ എന്നൊരു വ്ളോഗർ അങ്ങയോട് ചോദിച്ചത് കേട്ടായിരുന്നു. താങ്കൾക്കൊരുപാട് ഇരട്ടപ്പേരുകളുണ്ടല്ലോ, ഞാൻ പറയട്ടെ. കാരണഭൂതൻ ജൂനിയർ മാൻഡ്രേക്ക്. അത് കേട്ട് പിണറായി മന്ദഹസിച്ചു. പണ്ട് നികേഷ് കുമാറിനോട് നിങ്ങളിൽ ചില ചെറ്റകൾ ചെറ്റവർത്തമാനം പറയുന്നതിന് ഞാനെന്തു മറുപടി പറയാനായെന്ന് പറഞ്ഞതുപോലെ ദേഷ്യപ്പെടുമെന്ന് കരുതി. പക്ഷേ സുജിത് ഭക്തൻ്റെ ചോദ്യത്തിന് പിണറായി പറഞ്ഞത് ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നായിരുന്നു. സൂര്യൻ, കപ്പിത്താൻ, വിളക്കൂതി വിജയൻ, നെയ്മീൻ വിജയൻ എന്നിത്യാദി പേരുകളെപ്പറ്റി ഭക്തൻ പറഞ്ഞതുമില്ല, വിജയൻ അറിഞ്ഞതുമില്ല. പരമശിവൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിളിപ്പേരുള്ളത് ഈ പിണറായിക്കാണ്. കഴിഞ്ഞ 2-3 മാസമായി പിണറായിയെ കുളിപ്പിച്ചെടുത്ത് ജനത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ നോക്കുകയായിരുന്നു കമ്മികളുടെ കിണർഗോലുവും PR-കാരും. പക്ഷേ കുറുക്കന് കൂവാതിരിക്കാനും കുയിലിന് പാടാതിരിക്കാനുമാകില്ലല്ലോ. ചോദ്യം ചോദിച്ച അന്തംകമ്മിയോട് വീട്ടിൽ പോയി ചോദിക്കുക എന്ന ഒറ്റ വാക്ക് പറഞ്ഞതോടെ തനി സ്വഭാവം പുറത്തു വന്നു. സുധാകരനെ ചെറ്റയെന്ന് വിളിച്ചതോടെ ഒളിപ്പിച്ചു വെച്ച കൊമ്പും കോമ്പല്ലും പുറത്തു ചാടി. ഇതൊക്കെ കാണുമ്പോഴാണ് പഴയ ഒരു കഥ ഓർമ്മ വരുന്നത്. ഒരാളൊരു പട്ടിയുടെ വാല് കുഴലിലിടുന്നത് കണ്ട് ഒരു വഴിപോക്കൻ ചോദിച്ചു, അതെന്തിനാ? കുഴലിലിട്ടാലും ആ വാൽ നേരെയാകില്ല ചങ്ങാതി, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പാഴ്ശ്രമം നടത്തുന്നത്? അപ്പോൾ മറ്റേയാൾ പറഞ്ഞു, ഞാൻ പട്ടിയുടെ വാല് കുഴലിലിടുകയാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഈ കുഴലൊന്ന് വളയ്ക്കാൻ നോക്കിയതാ. അങ്ങനെ വളയ്ക്കാൻ നോക്കുന്നവർ സ്വയം വളയുന്നതല്ലാതെ നേരെയാകുന്നില്ല. ഇതാണ് പിണറായിയുടെ അവസ്ഥയും. ഇങ്ങനെ വളഞ്ഞുകുത്തി എത്ര കാലം ഈ മനുഷ്യരൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കും? മുഖ്യനോട് ചോദ്യം ചോദിച്ച അന്തംകമ്മിയുടെ അവസ്ഥയാണ് ഭീകരം. പന്തം കണ്ട വെരിച്ചാഴിയെ പോലെയാണ് അയാളിപ്പോൾ. സഖാക്കൾ ആ പാവത്തിനെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു. ചോദ്യം ചോദിച്ച സഖാവിനെ രാത്രി പിണറായി വിജയൻ നേരിട്ട് വിളിച്ച് ആശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞു പരത്തുമിനി. പിണറായിയുടെ ചിരിക്കുന്ന മുഖം ചാനലുകളിലൊക്കെ കണ്ട് മുഖ്യൻ്റെ പുള്ളി മാഞ്ഞു എന്നറിഞ്ഞ് ചോദ്യം ചോദിക്കാൻ വന്നതാണ് പാവം. മോഹൻലാലിനോടും ജോണി ലൂക്കോസിനോടുമേ പിണറായി വിജയൻ ചിരിക്കാറുള്ളൂ. അതാ പാവത്തിന് മനസ്സിലായില്ല. പാർട്ടി ഏർപ്പാടാക്കിയ വണ്ടിയിൽ കയറി തണ്ണിത്തോട്ടിൽ നിന്ന് വന്നതാണ് പാവം. വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് പിണറായി വിജയൻ ഇയാളോട് പറഞ്ഞതോടെ ചാനലുകളെല്ലാം വീട്ടിൽ ചെന്ന് പാവത്തിനോട് ചോദിക്കുകയാണിപ്പോൾ. ഞാൻ അങ്ങനെയൊന്നും ചോദിക്കരുതായിരുന്നു. പാവം കുറ്റബോധത്തിൻ്റെ തീച്ചൂളയിൽ നീറുകയാണിപ്പോൾ.
ജഗതി ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ എത്ര നല്ലവനായി അഭിനയിച്ചാലും സാറിൻ്റെ ഫ്രോഡ് സ്വഭാവം ചിലപ്പോൾ പുറത്തു വരും. പാലക്കാട്ട് ഒരു തരത്തിലും കഴിവേറ്റാൻ കഴിയില്ലെന്ന് വന്നതോടെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നെഞ്ചത്ത് കയറുകയാണ് പിണറായി വിജയൻ. നാട് മുഴുവൻ നടന്ന് അവിഹിതം നടത്തിയ ഒരുത്തനെ പാർട്ടി പിന്നെയും സംരക്ഷിക്കുകയായിരുന്നത്രേ. ഈ പിണറായി വിജയൻ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത്? സ്വർണ്ണക്കള്ളനെയും പെണ്ണുകേസിൽപ്പെട്ടവനെയും അമ്പലക്കള്ളന്മാരെയും ബാങ്ക് കൊള്ളക്കാരെയും മുഴുവൻ ഒക്കത്തും തോളിലും വെച്ചുകൊണ്ട് നടക്കുന്ന പുള്ളിയാണ് ഇത് പറയുന്നതെന്ന് ആലോചിക്കണം. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഗണേശനും ഭാര്യയും തമ്മിൽ കുടുംബ പ്രശ്നം ഉണ്ടായപ്പോൾ ഗണേശനും രാജിവെക്കണം, ഉമ്മൻചാണ്ടിയും രാജിവെക്കണമെന്ന് പറഞ്ഞയാളാണ് പിണറായി. വിജയ എന്ന് സംബോധന ചെയ്തുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം ഇന്ന് പിണറായിക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. കർമ്മവ്യാധിക്ക് കഷായമില്ലെന്ന് പറയുന്നത് പോലെ വൈദ്യൻ അരയ്ക്കുന്ന മരുന്ന് കിടപ്പ് രോഗി കഴിച്ചേ പറ്റൂ. അതുപോലെ ജനം ഇത്തവണ ഈ പിണറായി സർക്കാരിനെ മലർത്തി കിടത്തി ഇന്ദുപ്പ് വായിലിട്ട് കൊടുക്കും. ഭരണകൂട ഭ്രാന്തിന് നല്ലത് ഇന്ദുപ്പാണ്. വെള്ളം കുടിച്ച് ചാവും.